ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അയഡിൻ. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ അയഡിൻ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, അത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളും അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും ഡിസ്കസ് ചെയ്യാം. അയഡിൻ എന്ന് പറയുമ്പം ഒരു എനർജി സോഴ്സാണ്. ഒരു വാഹനത്തിൻ്റെ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ എന്ന പോലെ ശരീരത്തിൽ ഒരു എനർജി, നമുക്കൊരു എനർജി ഫീലിംഗ് അല്ലെങ്കിൽ ആ വീക്ക്നെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൽ ഡെയിലി ആവശ്യമായിട്ടുള്ള ഏകദേശം 90 to 150 മൈക്രോഗ്രാം ആണ് നമുക്ക് ഡെയിലി വേണ്ടത്. ഈ അളവിൽ കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കുറയുമ്പോഴാണ് ശരീരത്തിൽ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഒത്തിരി ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്നത്, നമ്മുടെ മെറ്റബോളിസം, അതായത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നതും നമുക്കൊരു ഫുൾനെസ് ഫീലിങ്ങും അല്ലെങ്കിൽ ഒരു ഡേ നമുക്കൊരു എനർജി ഫീലിംഗ് തരുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഫങ്ഷനിങ് കൊണ്ടാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസിലും വേരിയേഷൻസ് കാണിക്കും. നമുക്കറിയാം, ഈ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുമ്പം T3, T4 ആണ്. അതായത് ട്രൈ അയഡോ തൈറോണിനും ടെട്രാ അയഡോ തൈറോണിനും 2 ഹോർമോൺസ് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 2 ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത് അയഡിൻ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അതേപോലെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അയഡിൻ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെയൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അയഡിൻ കയറുന്നത്. ഒരു 90% നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അയഡിൻ്റെ 90% തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റിമൈനിങ് ഒരു 10% നമ്മുടെ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂസിൻ്റെ ഇടയിലും അതേപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻസിലൊക്കെയാണ് ഈ ഒരു അയഡിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ 90%ഉം തൈറോയ്ഡ് ഗ്രന്ഥിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുമ്പം നമുക്ക് തൈറോയിഡിൻ്റെ ആ ഒരു ഫങ്ഷൻസ് തന്നെ ഇംപ്രോപ്പർ ആവും. തൈറോയിഡിൻ്റെ സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു. പ്രധാനമായിട്ടും ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പം വീക്ക്നെസ് തന്നെയാണ്. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷീണം, അലസത ഫീൽ ചെയ്യുക, ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് വരുന്നു, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു, എപ്പോഴും നമുക്ക് കിടക്കണം അല്ലെങ്കിൽ ഒരു ലൈങ് ഡൗൺ ടെൻഡൻസി ഉണ്ടാവുന്നു, എപ്പോഴും ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുക, മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നെസ് ഫീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അതായത് ഒന്നെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം, അതേപോലെ തന്നെ ഒന്നെങ്കിൽ വയറിളകി പോകുന്ന ഇഷ്യൂസ് കാണിക്കാം. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന സിംറ്റംസ് തന്നെയായിരിക്കും ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 രീതിയിലാണ് അതിൻ്റെ കണ്ടീഷൻസ് കാണപ്പെടുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ ഫങ്ഷൻസ് കുറഞ്ഞു പോകുന്നു. ഹൈപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഒരു ലോ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതെന്താ? അതിൻ്റെ സിംറ്റംസ് എല്ലാം ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, 2 ഹോർമോൺസ് ആണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്, T3ഉം T4ഉം. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ T3, T4 ഹോർമോൺസ് ഉൽപ്പാദനം കുറവാണ്. പകരം TSH, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അവിടെ വർദ്ധിക്കുന്നു. നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ എന്താണ്? TSHൻ്റെ വാല്യൂ ഹൈ ആണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ. നേരെ ഓപ്പോസിറ്റ്സ് ആണ് ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ. അതായത് T3, T4 ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഹൈ ആവുകയും TSH ഹോർമോൺസ് ലോ ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ 2 കണ്ടീഷൻസ് ആണ് മെയിൻലി നമ്മൾ കേൾക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ തന്നെ തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ, അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്
അതായത് തൈറോയിഡിന് നീർക്കെട്ട് വരുന്ന അവസ്ഥ. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഓഫ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ അയഡിൻ അത്യാവശ്യമാണ്. ഈ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിംറ്റംസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതായത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. അതായത് TSH ഹൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം അതിൻ്റെ സിംറ്റംസ് എന്താണ്? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വീക്ക്നെസ് അനുഭവപ്പെടാം. അതായത് മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു. സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ആനസ്, അതായത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ രക്തം പോകുന്ന ഒരവസ്ഥ വരുന്നു, വേദന ഫീൽ ചെയ്യുന്നു, മലം നന്നായിട്ട് കട്ടിയായിട്ട് പോകുന്ന ഒരവസ്ഥ വരുന്നു. അതോടൊപ്പം തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ തൊലി, അതായത് സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചുരണ്ടി കഴിഞ്ഞാലോ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് സ്കെയിൽസ് പോലെ ഇങ്ങനെ കാണപ്പെടുന്നു, ഒരു ഡ്രൈ സ്കിന്നായിട്ട് അപ്പിയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെയിറ്റ് വർദ്ധിച്ചു വരുന്നു. ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ വെയിറ്റ് വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ ഒരു റീസൺസ് എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം, ഫങ്ഷൻസ് എല്ലാം ലോ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും അവിടെ മെറ്റബോളിസം നടക്കുന്നില്ല. അതായത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നില്ല. കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഓരോ ഓർഗൻസിലും പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫാറ്റ് എല്ലാം പല ഓർഗൻസിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കൂടി വരുന്നത്. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ ഒരു പ്രോമിനൻറ്റ് സിംറ്റം എന്ന് പറയുന്നത് വെയിറ്റ് വർദ്ധിച്ചു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് എന്ന് പറയുമ്പം വീക്ക്നെസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് തല കറങ്ങുന്ന ഒരു ഫീലിംഗ് വരിക. അതായത് 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഗിഡിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു, പെട്ടെന്നൊന്ന് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നു. അതിശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുന്നു. അതായത് ഈ ഒരു ഫ്രണ്ടൽ റീജിയന് ഭയങ്കരമായിട്ട് ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു, ഒരു ഭാരം എടുത്ത് വെച്ചൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു, ബ്രാഡി കാർഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് വരുന്നു. ശ്വാസം തിങ്ങുന്ന ഒരവസ്ഥ വരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശരീരമാസകലം ചിലർക്ക് ചൊറിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ്? നിങ്ങളുടെ ശരീരത്തിലെ അയഡിൻ ഡെഫിഷ്യൻസിയാണ്. അയഡിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ തൈറോയ്ഡ് ഫങ്ഷൻസും ഇംപ്രോപ്പർ ആവുന്നു. ഈ ഒരു അയഡിൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് പ്രഗ്നന്റ് ലേഡീസിനും അതോടൊപ്പം തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, അതായത് കുട്ടികൾക്കുമാണ്. ഈ ഒരു പ്രഗ്നന്റ് ലേഡീസിനൊക്കെ അയഡിൻ സപ്ലിമെന്റ്സ് കൊടുത്താലേ ഉള്ളൂ ആ ഒരു ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കായാലും കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്തും ഡെവലപ്മെന്റ്സും ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസിൽ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതൊരു അബോർഷനിലേക്കും ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾക്കൊരു അയഡിൻ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്കൊരു അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രോത്തിലും മെറ്റബോളിസത്തിലും ഒക്കെ ഒരു ഡിസോർഡേഴ്സ് കാണിക്കാം. അതായത് ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവുന്നു, വളർച്ച എത്താതെ കുട്ടികൾ ജനിക്കുന്ന ഒരവസ്ഥ വരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു. കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ ഒരു സിംറ്റം ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രോത്തിൽ ഡിസോർഡേഴ്സ് കാണിക്കുന്നു, ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ഫീൽ ചെയ്യുന്നു, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോർഡേർഡ് ആയി പോകുന്നു, അവർക്കൊന്നിലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, പഠനത്തിലായാലും ഒരു കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നു, മെൻ്റലി അവർക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക, ഒന്നിലും ഒരു ഫോക്കസ് ആവാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇതൊക്കെയാണ് കുട്ടികളിൽ കാണിക്കുന്ന അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പം അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ ഫംഗ്ഷൻ അബ്നോർമൽ ആകുമ്പം അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ എടുക്കണം ഭക്ഷണത്തിൽ എന്ന്. അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു തൈറോയിഡിൻ്റെ ഇംബാലൻസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറികൾ കഴിക്കാം, അതായത് ലീഫി വെജിറ്റബിൾസ് കഴിക്കാം, ഇലക്കറികൾ, ചീര, മുരിങ്ങയില, തഴുതാമ പോലത്തെ ഇലക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ഡെയിലി അത് തോരനായിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ കഴിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്കായാലും മുതിർന്ന ഒരു ചെറുപ്രായത്തിൽ തൊട്ടേ തന്നെ ഇത്തരം വെജിറ്റബിൾസ് നല്ലപോലെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് എഗ്ഗ്. അതായത് ഡെയിലി ഒരു 3 എഗ്ഗ് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 3 എഗ്ഗിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു 4-3 എഗ്ഗിൻ്റെ അകത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു 20 മൈക്രോഗ്രാം അയോഡിൻ ആണ്.
അപ്പോൾ അത്രയും അയഡിൻ അവരുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ അത്രയും അയഡിൻ അവരുടെ ബോഡിയിലേക്ക് കയറാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രഗ്നന്റ് ലേഡീസിനായാലും ഈ ട്യൂണ, അയല, മത്തി, നെത്തോലി ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ചെറിയ മത്സ്യങ്ങളുടെ അകത്ത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതായത് ഹെൽത്തി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇത്തരം ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൈഡ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡയറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് ഏകദേശം 88 മൈക്രോഗ്രാം അയോഡിനാണ്. അതേപോലെ തന്നെ ഒരു കപ്പ് യോഗട്ട് അല്ലെങ്കിൽ കട്ട തൈരിൻ്റെ അകത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു 77 മൈക്രോഗ്രാം അയോഡിനാണ്. അപ്പോൾ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ തൈരോ മോരോ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു ഗുഡ് പ്രോബയോട്ടിക് ആയിട്ടും നമ്മളെ ഗട്ടിൽ അത് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നല്ല ബാക്ടീരിയാസ് നമ്മളെ ബോഡിയിലേക്ക് കയറാൻ ഇത്തരം തൈരും അതേപോലെ തന്നെ മോരും സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പൊമോഗ്രാനൈറ്റ്, അതേപോലെ തന്നെ നെല്ലിക്ക, ഓറഞ്ച്, മൊസംബി ഇതൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ അയഡിൻ അടങ്ങിയിട്ടുള്ളതുമാണ്. ഇത് ഡെയിലി കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും അതേപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിനും ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, അതായത് എസ്പെഷ്യലി HB കുറവാണെങ്കിലോ അല്ലെങ്കിൽ രക്തക്കുറവ്, അനീമിയയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇതേപോലെ എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ അയഡിൻ സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുഞ്ഞു തൊട്ടേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.